എടി ഞാൻ ഓഫീസിൽ പോയി ഇറങ്ങുവാ, നീ ആ ബാഗ് എടുത്തേ. ഇടി ഒന്ന് വേഗം കൊണ്ടുപോവാ, സമയമില്ല. ഇന്ന ബാഗ്. ചേട്ടൻ ഇന്ന് ഓഫീസിൽ പോയിട്ട് നേരത്തെ വരുമോ? ഇന്ന് നേരത്തെ വരാൻ ചാൻസ് കുറവാണ്. ഒന്നാമത്തെ കാര്യം ഇന്ന് നല്ല വർക്ക് ലോഡ് ഉണ്ട്, പിന്നെ നല്ല മഴയാണ്, അതുകൊണ്ട് ഞാൻ ലേറ്റ് ആവും. എന്താണ് ഈ ഷൂറാക്കൊക്കെ ഇങ്ങനെ കിടക്കുന്നത്? ഇതൊക്കെ ഒന്ന് നേരെ ചുവ വെക്കാൻ പറ്റില്ല, എന്ത് അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അത് ഞാൻ ഇന്ന് എടുത്തു വെച്ചേക്കാം വൈകുന്നേരത്തേക്ക്. അല്ലെങ്കിൽ വേണ്ട, വീക്കെൻഡ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ശരി. ചേട്ടൻ ഇന്ന് നേരത്തെ എത്തിയോ? ആടെ ഇന്ന് വർക്ക് കുറച്ച് കുറവായിരുന്നു. ശരി, ഞാൻ കാപ്പി എടുക്കാം. എന്താടി ഇത്, നീ ഷൂറാക്കി ഇതുവരെ നേരെ വെച്ചില്ലേ? അല്ല, അത് ചേട്ടൻ എന്തത്? ഞാൻ എന്ത് പറഞ്ഞു നിന്നോട്? ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഇത് നേരെ വെക്കണോ? അല്ല, അത് ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഒന്നിച്ച് വെക്കാന്ന്, അതുകൊണ്ടിട്ടാ ഞാൻ വെക്കാതിരുന്നത്. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നിനക്ക് എന്നെ ഇവിടെ പരിപാടി? വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചുമ്മാ ഇരിക്കല്ലേ? അല്ല, അത് ചേട്ടൻ പറഞ്ഞുകൊണ്ടിട്ടായിരുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. ഒരു കാര്യം ചെയ്യാൻ പറയുക, പിന്നീട് അതിനെ അനുവദിക്കാതിരിക്കുക, അത് ചെയ്തില്ല എന്ന് കുറ്റപ്പെടുത്തുക, ഇതൊക്കെ ടോക്സിക് പേഴ്സണാലിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ശരിക്കും ഇതിൽ നിന്നൊരു തിരിച്ചുവരവ് സാധ്യമാണോ? തീർച്ചയായും ഒരു പ്രൊഫഷണലിൻ്റെ സഹായത്തോടെ ഇതിൽ നിന്നൊരു മോചനം സാധ്യമാണ്. ആലോചിക്കുക, ഒരു ടോക്സിക് പേഴ്സണാലിറ്റിയോടൊപ്പമുള്ള ജീവിതം തുടരണോ വേണ്ടയോ എന്ന്.